ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രാവിലത്തെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അടിപൊളി ആട്ട ഒന്ന് വറുത്തെടുത്ത് അത് പുട്ടിന് വേണ്ടി നനച്ചെടുത്തേക്കുന്നതാണ്. പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കി എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഇഡലിപ്പാത്രത്തിൽ ആവിയേറ്റി എടുക്കുന്ന പുട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഗോതമ്പ് പുട്ടിന് നല്ലതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഗോതമ്പ് പുട്ട് വളരെ ഈസി ആയിട്ട് നനച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കാത്തതാണ് കേട്ടോ. ഇതൊക്കെ വെന്ത് റെഡിയായപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് താണ്ട് പറമ്പിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കായെടുത്തതിൻ്റെ ബാക്കിയായിട്ട് മരുന്നടിച്ചു കൊടുക്കാനുണ്ട്. കായെടുത്ത പുറകെ മരുന്നടിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ 2 ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നടിക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് കാക്ക കൂടി വീട്ടിലുള്ള ദിവസമാണ്. കാക്ക ഉള്ള ദിവസം മോട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം കാക്ക നോക്കിക്കോളും. രാവിലെ നല്ല തെളിച്ചവും കാണുന്നുണ്ട്. എന്നാൽ പിന്നെ മരുന്നടിച്ചേക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആദ്യം വെച്ച് കൊടുത്തത് 15 മൂട് ഏലമാണെന്ന്. ആ 15 മൂട് ഏലത്തിനെ മരുന്നടിക്കാനായിട്ട് ലിറ്ററിൻ്റെ സ്പ്രെയർ ബോട്ടിലാണ് ഞാൻ ആദ്യം അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് നേരം എടുക്കും. നമുക്കൊരു 1.5 മണിക്കൂറോളം ഒക്കെ എടുക്കുമായിരുന്നു ഈ 15 മൂട് അടിക്കാനായിട്ട്. പിന്നെ 50 മൂട് ഏലം വെച്ചപ്പോഴത്തേക്ക് തോളെ തൂക്കിയിട്ട് അടിക്കുന്ന പമ്പ് മേടിച്ചു. അത് ഇങ്ങനെ കൊണ്ട് നടന്ന് അടിച്ചടിച്ച് തോളിനൊക്കെ വേദനയായപ്പോഴാണ് നമ്മൾക്ക് സീഡെന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് സബ്സിഡിയിൽ കിട്ടിയതാണിത്. തോൾ പമ്പിന് മരുന്നടിക്കുമ്പോൾ ഞാനൊരു 2.5-3 മണിക്കൂറോളം എടുക്കുമായിരുന്നു. 15 ലിറ്റർ വെള്ളമേ അതിൽ കൊള്ളത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല താമസം എടുക്കുമായിരുന്നു. അവിടെ ഈ മോട്ടോർ പമ്പ് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മരുന്നടിക്കാൻ കഴിയുന്നുണ്ട്. 1 മണിക്കൂറൊക്കെ ഇപ്പോൾ എടുക്കുകയുള്ളൂ. 1 മണിക്കൂറും വേണമെന്നില്ല. ഞാൻ അടിച്ച് വരുന്നതുകൊണ്ടാണ് 1 മണിക്കൂർ എടുക്കുന്നത്. സാധാരണ മരുന്നടിച്ച് 21ാമത്തെ ദിവസം പിന്നെയും മരുന്നടിക്കണം. ഈ പ്രാവശ്യം നന്നായിട്ട് താമസിച്ച് പോയിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് ഏലത്തിൻ്റെ അവസ്ഥയൊന്ന് വേറെയായിരുന്നു. അതൊക്കെ കണ്ട് ആകെ മനസ്സ് മടിച്ചു പോയി. പിന്നെ കവാതെടുക്കട്ടെ എന്ന് വിചാരിച്ചു. കവാതെടുത്ത് കഴിഞ്ഞപ്പോൾ കായെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നായിട്ട് മാറി വന്നു. 35 ദിവസത്തോളമായി. ഈ പ്രാവശ്യവും ഞാൻ മരുന്നെടുത്തും കായ അടിച്ചതൊക്കെ വീഡിയോ നിങ്ങളെ ചെയ്ത് കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. മോട്ടർ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓസൊക്കെ നേരെയാണെങ്കിൽ പെട്ടെന്ന് മരുന്ന് വരും കേട്ടോ. ഇവിടെ ഓസൊക്കെ എവിടേക്കോ വളഞ്ഞു കിടക്കുമായിരുന്നു. മോട്ടർ സ്റ്റാർട്ട് ചെയ്ത ശേഷം കാക്ക ഇറങ്ങി ഓസ് വലിച്ചു വിടുന്നുണ്ട്. അടിക്കുന്ന ദിവസം 2 പേര് വേണം കേട്ടോ. ഒരാളെ കൊണ്ട് തന്നെ പറ്റുകയില്ല. ഞാൻ മരുന്നടിക്കാനായിട്ട് പലപ്പോഴും തന്നെ നിന്ന് അടിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ പാടാണ്. മോട്ടർ ഓണാക്കാൻ പോകണം, അതിൻ്റെ ഇടയിൽ ഓസ് വലിക്കണം. മോട്ടർ ആദ്യം ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓസ് വലിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഈ പറമ്പിൽ ആദ്യം കാപ്പി കൃഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാപ്പി കുറ്റികൾ ഇവിടെ ഉണ്ട്. കാപ്പി നമ്മൾ വെട്ടിക്കളഞ്ഞതേ ഉള്ളൂ. കുറ്റിയെ വേരുമൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വേരുകളിലൊക്കെ കയറി ഓസ് ഉടക്കും. അപ്പോൾ ഒരാൾ വേണം എടുത്ത് വിടാനായിട്ട്. ഈ പ്രാവശ്യം മരുന്നടിക്കാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മരുന്നടിച്ചതിൽ നല്ല തിങ്ങിയൊക്കെയാണ് നിന്നിരുന്നത്. ഈ പ്രാവശ്യം എന്താ കുറച്ചേ ഉള്ള ഏലം ഇവിടെ. ഉണക്കിൻ്റെ ഭാഗമായി എല്ലാം ഉണങ്ങിപ്പോയതുകൊണ്ട് കവാത്തൊക്കെ എടുത്ത് എല്ലാം തന്നെ വെട്ടി വൃത്തിയാക്കി വെക്കുന്നതുകൊണ്ട് എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂറിൽ മരുന്നടിച്ച് തീരുകയും ചെയ്തു കേട്ടോ. കവാത്തൊക്കെ എടുത്ത് പറമ്പ് വൃത്തിയാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഓസ് വലിക്കാനും വലിയ പാടുണ്ടായിരുന്നില്ല. എങ്ങും അധികം ഉടക്കുന്നൊന്നുമില്ലായിരുന്നു. ഏലത്തിൻ്റെ ബാക്കി എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യും. പക്ഷേ ഈ മരുന്നടിക്കുന്ന ദിവസം ഒരാളുകൂടെ വേണം. മെയിനായിട്ട് ഈ ഓസ് വലിച്ചു തരാനും മോട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെ പോലെ 1 മണിക്കൂറൊന്നും എടുത്തില്ല. 1/2 മണിക്കൂറിൽ തന്നെ മരുന്നടി കഴിഞ്ഞു കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഏലത്തിൻ്റെ പൂ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഏലത്തിൻ്റെ പൂവ്. മരുന്നൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മോട്ടർ ഒന്ന് കഴുകിയെടുക്കും. ആ കഴുകിയെടുത്ത ശേഷം താണ്ട കാക്കു ഭിത്തിയിലൊക്കെ നല്ല ചെളിയാണെന്ന് പറഞ്ഞ് കഴുകിക്കളയാണ്. ഇവിടെ എല്ലാം മഴ പെയ്തുകൊണ്ട് നല്ല അഴുക്കാണ്. മോട്ടർ നല്ല പവറായതുകൊണ്ട് നമ്മളിങ്ങനെ കഴുകുകയൊക്കെ ചെയ്യുകയാണ്. പെട്ടെന്ന് അഴുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ താണ്ട അലക്കലിൻ്റെ ഭാഗവും നല്ല പായലാണ്. അതും ഇങ്ങനെ തന്നെ പലപ്പോഴും അടിച്ച് കഴുകാറുണ്ട്. ഇതിനൊരു ബ്രഷിട്ട് ഞാൻ തേച്ച് കഴുകുന്ന, എന്നാലും ഇത് പോകത്തില്ല. ശരിക്കും ഇങ്ങനെ തന്നെ നിൽക്കും. മരുന്നടി എല്ലാം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കറി വെച്ചെടുക്കണം ഇനി. അതിനായിട്ട് ഇതാണ്ട് ഇവിടെ ഒരു ഉരുളിയിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം നെയ്യുള്ളതാണ്. അത് കൂടാതെ നെയ്യും കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ ബീഫ് വാങ്ങിക്കുമ്പോൾ കുറച്ച് നെയ്യ് ഇവിടെ എക്സ്ട്രാ വാങ്ങിക്കും. ഇനി ബീഫൊന്ന് കറി വെച്ചെടുക്കണം. അതിനായിട്ട് ഇതാണ്ട് ഇവിടെ ഒന്ന് കഴുകിയെടുക്കണം ആദ്യം. 1.5 കിലോ ബീഫോളം ഉണ്ട്. അത് മുഴുവനായിട്ട് കറി വെച്ചെടുക്കുന്നില്ല. കുറച്ചേ കറി വെച്ചെടുക്കുന്നുള്ളൂ. ബാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്.
ഇറച്ചി നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇവിടെ വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കഴുകിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ അഴുക്ക് ഈ ബീഫിലും ഉണ്ട് കേട്ടോ. ഞാനതെല്ലാം വലിച്ച് പറിച്ചെടുത്തേ കഴുകിയെടുക്കുകയുള്ളൂ, എന്നാലേ എനിക്കൊരു തൃപ്തിയാവുകയുള്ളൂ. ദാണ്ട് ഇവിടെ ഇറച്ചിയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഇപ്പോൾ കറി വെച്ചെടുക്കുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് കരിയാപ്പില, ബിരിയാണി കൈത അല്ലെങ്കിൽ രമ്പയില ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളി, പച്ചമുളകും, ഇഞ്ചി എല്ലാം കൂടെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളുത്തുള്ളിയൊന്നും ഞാൻ പൊളിച്ചെടുത്തിട്ടില്ല കേട്ടോ. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. എങ്ങനെയും പെട്ടെന്ന് ചോറുണ്ണണം, അതിൻ്റെ തിരക്കിലാണ്. എന്നും കറി വെക്കുന്ന പോലല്ല ഇന്ന് ബീഫ് കറി വെച്ചെടുക്കുന്നത്. ദാണ്ട് ഇവിടെ കുക്കറിലാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വറുത്തും പഴുത്തിയൊക്കെ ചേർക്കുമല്ല, നേരെ തന്നെ പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും വിറകടുപ്പിൽ വെച്ച് കഴിക്കുന്ന നമുക്ക് പെട്ടെന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ആവശ്യത്തിന് ബീഫ് എടുത്ത് കുക്കറിലേക്ക് ഇട്ട ശേഷം ബാക്കി ചതച്ച് വെച്ചിരുന്ന സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിയാപ്പില, രമ്പയില എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ബീഫ് കറിയായിട്ട് വെക്കുന്നതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ബീഫ് വെന്തേനെ. പക്ഷേ ഇവിടെ ചാറ് വേണം, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുക്കർ ഒന്ന് അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ അടിച്ചതേ ഉള്ളൂ. ഇവിടെ നന്നായിട്ട് ഇറച്ചി വെന്ത് കിട്ടിയിരുന്നു. ഹോം മെയ്ഡ് ഗരം മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ടും രമ്പയിലൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ തുറക്കുമ്പോൾ നല്ല മഴ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം കൊഴുപ്പുണ്ടോ എന്ന്. കൊഴുപ്പില്ലാത്ത പക്ഷം മാത്രമേ പറ്റിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ പറ്റിക്കേണ്ടി വന്നില്ല, നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ചാറ് വേണം ഞങ്ങൾക്ക്. നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ വിറകടുപ്പിൽ വെക്കുന്നതിനാണ് ഉഗ്രൻ ടേസ്റ്റ്, എങ്കിലും ഇത് വേറൊരു ടേസ്റ്റായിരുന്നു. സമയമൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാനായിട്ട് ഇതും ഒരു കറിയാണ്. ഇന്ന് മൊത്തത്തിൽ തട്ടിക്കൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോറൊക്കെ ഉണ്ടിട്ട് തന്നെ മക്കളെയും കൊണ്ട് സ്കൂൾ ബാഗും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകാനാണ്. രാവിലെ തെളിച്ചം കണ്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ തകർത്ത് മഴ പെയ്യുകയാണ്. മഴ മാത്രമല്ല, കാറ്റും കൂടിയാണ്. കുറച്ചു നേരം ഞങ്ങൾ മഴ തോരുമോയെന്നൊക്കെ നോക്കി നിന്നു, പക്ഷേ യാതൊരു വ്യത്യാസവും കണ്ടില്ല. എങ്കിലും ഒന്നൊരു ശകലം വ്യത്യാസം വന്നപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. മഴ വന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് മടിയുള്ള കാര്യമാണ്. പിന്നെ മക്കളുടെ കാര്യമായതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അങ്ങനെ ബാഗ് എടുക്കാനായിട്ട് തൻ്റെ കടയിൽ ചെന്നിട്ടുണ്ട്. ഫത്തായിന് ഇഷ്ടപ്പെട്ട ബാഗാണ് തപ്പിയെടുക്കുന്നത്. ഈ ആഴ്ച ഫത്തായിനാണ് ബാഗ് എടുക്കുന്നത്, അടുത്ത ആഴ്ച കൂക്കൂന് എടുക്കുക. അങ്ങനെയുള്ള തീരുമാനത്തിലാണ് സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങിയത്. ഫത്തായിന് ഇഷ്ടപ്പെട്ടതും സെലക്ട് ചെയ്തതും ഈ ബാഗാണ്. എന്നാൽ ഇത് വലുതായതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വെക്കാൻ തയ്യാറായില്ല. അവനറിയാതെ തന്നെ ഞങ്ങൾ ബില്ല് ചെയ്തെടുത്ത് ബാഗ് മാറിയെടുത്തു. അതിൻ്റെ വഴക്കിലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ എന്നെക്കൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ കുക്കിന് വേണ്ടി കുറച്ച് ബുക്ക് എടുത്തു. അത് പൊതിയുന്ന പേപ്പറുകളൊക്കെ ആയിട്ട് അവിടുത്തെ അങ്ങ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത ആഴ്ച എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് തിരിച്ച് ചന്തയ്ക്കകത്ത് വരെ ഒന്ന് കയറണമായിരുന്നു പച്ചക്കറി വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാനെത്തി. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ഒരുപാട് പച്ചക്കറിയൊന്നും നമുക്ക് വേണ്ട, അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമുക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. മെയിനായിട്ട് ഉള്ളി, സവോള, കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മതിയായിരുന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വാപ്പിയും മോളും സ്കൂട്ടിയെ പോയി. ഞാനും ഫത്താവും കൂടെ നടന്നു വന്നപ്പം എല്ലാവരും കാലങ്കട പുറകിൽ തൂക്കിയിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ അവനും ഒരാഗ്രഹം, ഇതൊന്ന് തൂക്കി പുറകിലിട്ട് തരാമോ എന്ന് ചോദിച്ചു. ഞാനത് ഇട്ട് കൊടുത്തപ്പോൾ അവൻ നടക്കുന്നതാണ്. ഇറങ്ങിയപ്പോഴുള്ള ശക്തമായ മഴ കൊണ്ടാണ് കാലങ്കടയൊക്കെ കയ്യിലെടുക്കേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ആ മഴയൊക്കെ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഇടയ്ക്ക് ഞങ്ങൾ വേറൊരു കടയിലും കൂടെ കയറി കുപ്പിയും വാട്ടർ ബോട്ടിലും ബോക്സ്, പൗച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചു കേട്ടോ. സ്കൂളിലേക്കുള്ള സാധനങ്ങൾ പൂർണ്ണമായില്ല, ഞാൻ പറഞ്ഞില്ല. അടുത്ത ആഴ്ച ബാക്കിയും കൂടെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തേക്ക് ഇത്രയും തന്നെ വാങ്ങിച്ചെടുത്തു.
ഇനി മെയിനായിട്ട് കുക്കൊരു ബാഗും പിന്നെ കുറച്ച് ബുക്കുകൾ പിന്നെ ഫത്താഹിൻ്റെ ബുക്കുകൾ അതൊക്കെ ഉള്ളൂ. അത് സ്കൂൾ തുറന്നാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. കുക്കൊരു ബാഗുണ്ട്, അതുകൊണ്ടാണ് ബാഗ് എടുക്കാതെ ബുക്കുകൾ എടുത്തത്. അഥവാ അടുത്ത ആഴ്ച വാങ്ങിക്കൽ നടന്നില്ലെങ്കിലും ബാഗല്ലേ ഉള്ളൂ, അത് സാരമില്ലല്ലോ, നമുക്ക് ഉള്ളതല്ലേ എന്നും പറഞ്ഞ് ബുക്ക് എടുപ്പിച്ചു. ഇനി തിരിച്ച് വന്നു കഴിഞ്ഞൊക്കെയാണ് കേട്ടോ കാക്കു ഈ ഓസൊക്കെ ഒന്ന് ചുറ്റി വെക്കുന്നത്. ഈ ഓസൊക്കെ ചുറ്റി വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മരുന്ന് അടിക്കുമ്പോൾ പണി കിട്ടും. ഇത്ര മഴ പെയ്ത് കിടന്നാലും ആരെങ്കിലും മുറ്റത്തിറങ്ങി അപ്പോഴേ ഫത്താഹ് തൻ്റെ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് ഇറങ്ങും. അങ്ങനെ തൻ്റെ ഇവിടെ ബുക്കൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് അപ്പോഴേ പൊതിഞ്ഞ് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അങ്ങനെ കുക്കൊക്കെ ഇവിടെ ബുക്ക് പൊതിച്ചില്ലായിരുന്നു. സാധാരണ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. ഇപ്പോൾ അവൾ ചെയ്തോളൂ. എന്നാൽ ഈ പേപ്പർ അവളുടെ കയ്യിൽ നിൽക്കുന്നില്ല, ഒരുമാതിരി തെന്നി പോവുകയെന്ന് പറഞ്ഞ് അമ്മ ഒന്ന് പൊതിഞ്ഞ് തരാമോ എന്ന് ചോദിച്ച് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഫത്താഹിൻ്റെയും കുക്കുൻ്റെയും ബുക്ക് ഒരുപോലെ ഇരിക്കേണ്ടെന്നും പറഞ്ഞ് പൊതിച്ചിലൊന്ന് മാറ്റിയെടുത്താണ്. അത് 8ൻ്റെ പണി കിട്ടി, കൈ നിൽക്കുന്നില്ല. പെട്ടെന്ന് പൊതിഞ്ഞെടുക്കുകയാണെങ്കിലേ ഇത് പൊതിയിൽ നടക്കുകയുള്ളൂ. ആ പൊതിയുന്നതിനോടൊപ്പം തന്നെ വിട്ടുപോകാതിരിക്കാൻ ഞാൻ സ്റ്റാപ്ലറും കൂടെ അടിച്ചു പോവുകയാണ്. അപ്പോൾ സ്കൂൾ തിരക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പകുതിയായി. ഇനി അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി തുറന്നു ചെല്ലുമ്പോൾ എല്ലാം തന്നെയാവും. അങ്ങനത്തെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.